ശബരിമല തീർത്ഥാടനം ആദ്യ ദിനങ്ങൾ കഴിയുമ്പോൾ, പ്രത്യേകിച്ചും മണ്ഡല മഹോത്സവത്തിനായി നട തുറന്ന ശേഷം ആദ്യ ദിനങ്ങൾ കഴിയുമ്പോൾ ഏറെ തൃപ്തികരമായ രീതിയിൽ ദർശനം സാധ്യമാകുന്നുവെന്നാണ് ഭക്തർ പറയുന്നത്. ആദ്യ ദിനങ്ങളിൽ കാര്യമായ തിരക്കും അനുഭവപ്പെട്ടിരുന്നു. നമുക്കൊപ്പം ക്ഷേത്രം തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുണ്ട്. തിരുമേനി, ഈ ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ഇത്ര സുഖകരമായ ഒരു കാലയളവ് വരുന്നത്. പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ എങ്ങനെ വിലയിരുത്തുന്നു ആദ്യ ദിനങ്ങൾ കഴിയുന്നത്? ഇനിയിപ്പം നട തുറന്ന് ഇത്രയും ദിവസത്തിനകം കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. വരുന്നവരും അങ്ങ് പറഞ്ഞ പോലെ വളരെ തൃപ്തികരമായിട്ട് അവർക്കെല്ലാം ദർശനം കിട്ടുന്നുണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. തിരക്ക് അല്ലെങ്കിൽ ആളുകൾ വല്ലാതെ കുഴഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല? ഇല്ല, തിരക്ക് അധികമായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു സാധാരണ നിലയിലാണ് പോകുന്നത്. അങ്ങനെ ആളുകൾ ഇനിയാണ് ശരിക്കും നോമ്പെടുത്ത് കൂടുതൽ ആളുകൾ വരുന്ന ദിവസങ്ങളാണ്. എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അല്ലെങ്കിൽ മറ്റ് പുതിയ ആളുകൾ വരുന്നു? അല്ല, ഇവിടെ വരുന്നവർ ഒന്നേ ഉള്ളൂ, ഈ നിഷ്ഠയായിട്ട് വ്രതം പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വ്രതം ഇത്രയും 41 ദിവസത്തെ വ്രതം സ്വീകരിച്ച് പരമാവധി നല്ല രീതിയിൽ വരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇവിടുത്തെ സംബന്ധിച്ച്. ഈ വ്രതം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനം. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഉപയോഗമാണ്. വീണ്ടും വീണ്ടും ഇത് സംസ്കരിക്കുന്ന പ്രക്രിയ ബുദ്ധിമുട്ടാണ്, വനത്തിലേക്ക് പോകുന്നു. അതിൽ കുറച്ചുകൂടെ ഒരു ഇപ്പോൾ ഈ ഒരുപാട് ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ആരംഭിച്ചിട്ടുണ്ട്, വളരെ സജീവമായിട്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളത്തെ അപേക്ഷിച്ച് നല്ല വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരും, നമ്മളുൾപ്പെടെ എല്ലാവരും ഈ പ്ലാസ്റ്റിക് പരമാവധി കൊണ്ടുവരാതിരിക്കുകയും അത് കൊണ്ടുവന്നാലത് ഇവിടെ ഇവിടെ വിക്ഷേപിച്ചിട്ട് പോവുകയും ചെയ്യാതെ തിരിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഏറ്റവും നല്ല പരിപാവനമായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓരോ വർഷം കഴിയുന്തോറും പിന്നെ ആചാരങ്ങളിലും മാറ്റം വരുന്നുണ്ട്. ഓരോ കഥകൾ, ഓരോ ആചാരങ്ങളിൽ വരുന്നവർ പുതിയ ഓരോ ആചാരങ്ങളായി വരുന്നു. നേരത്തെ കുറച്ച് വർഷങ്ങളായി തുടരുന്ന കുറേ ആചാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ സ്ഥിരമായി നമുക്ക് പുലർത്തേണ്ട ആചാരങ്ങൾ മാത്രം ചെയ്താൽ? അല്ല, കാലക്രമേണയാണ് ഒരുപാട് പുതിയ ആചാരങ്ങൾ. ഇപ്പോൾ ഈ തേങ്ങ ഉരുട്ടുന്നതും തുണി വലിച്ചെറിയുന്നതും അങ്ങനത്തെ ഓരോ ആചാരങ്ങൾ, ഈ കല്ല് പിറക്കി നമ്മൾ കയറി വരുന്ന വഴി കാണാം, കല്ല് അടുക്കി വെക്കുന്നത്, ഇങ്ങനെ കുറേ ആചാരങ്ങളും പറഞ്ഞ പോലെ കുറേ കഥകളും പുതിയ കുറേ അവകാശികളും എല്ലാം ഈ ശബരിമലയ്ക്ക് ഈ ഒരു അടുത്ത സമയത്തായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന് അതായത് കുറേ വർഷം മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ നിഷ്ഠയായിട്ട് വ്രതം നോക്കുക, വരിക, ദർശനം നടത്തുക, പോവുക എന്നുള്ളതേ ആയിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ ആചാരങ്ങൾ, അപ്പോൾ അതിലൊക്കെ ഒന്നും ഭാഗമാകാതെ എന്താണോ ക്ഷേത്രം അതിൻ്റെ ആചാരം അത് പാലിച്ചു കൊണ്ടുപോകണമെന്നാണ് അഭ്യർത്ഥന. എല്ലാവരോടും അവരവരുടേതായി കരുതുന്നുണ്ടായിരിക്കുമല്ലോ, എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. അതങ്ങനെ ആയിരിക്കുമോ? അറിഞ്ഞുകൂടാ, എങ്ങനെയാണിതൊന്നും വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതോ കാലത്ത് ഇങ്ങനെ തുടങ്ങി വന്നതാവും. പിന്നെ അത് പലരും പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഭക്തി കൊണ്ടാണ്. ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അവരും അതങ്ങ് അന്ധമായി അതിനെ വിശ്വസിച്ച് ചെയ്യുകയാണ്. ഇതൊക്കെ ആത്യന്തികമായിട്ട് ഭഗവാനോടുള്ള ഭക്തിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് തന്നെയാണ് ഒരു അപേക്ഷ, ഈ അനാചാരങ്ങളിൽ നിന്നും. ഈ ആധുനിക കാലത്ത് പലരും പറയുന്നത് ഏറ്റവും പ്രസക്തമായ ആരാധനാലയം ശബരിമലയാണെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആർക്കും വേലിക്കെട്ടുകളില്ല, എല്ലാവർക്കും വരാം, എല്ലാവരും സമഭാവേന വരും, ഭക്തരും ഭഗവാനും എല്ലാം ഒന്നാവുന്ന സങ്കല്പം. അങ്ങനെ ആ ഒരു സന്ദേശമല്ലേ ശബരിമലയെ ഏറ്റവും പ്രസക്തമാണ്? ഇവിടെ ഏറ്റവും പ്രശസ്തമാക്കുന്ന പറഞ്ഞ ഈ വ്രതമെടുത്ത് വരിക എന്നുള്ളത് തന്നെയാണ്. വളരെ കാഷ്വലായിട്ട് പോകാൻ പറ്റുന്നൊരു ക്ഷേത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ഒരു ക്ഷേത്രമല്ല. ഒരു ക്ഷേത്രം അങ്ങനെയല്ല. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസത്തെ വ്രതമെടുത്ത് പല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒട്ടനവധി തയ്യാറെടുപ്പുകൾ എടുത്താണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സമഭാവനയും ഒരു ഈശ്വരീയൊക്കെ അവനവനിൽ സ്വാഭാവികമായിട്ട് വരും. നമ്മളങ്ങനെ നമ്മളിൽ ഒരു അടിച്ചേൽപ്പിക്കേണ്ട ഇത്തരം സമഭാവനയായിട്ട് എല്ലാവരെയും കാണണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതൊക്കെ സ്വാഭാവികമായി അവനവനിൽ ഈ നിഷ്ഠയോടെ വ്രതം നോക്കുമ്പം വരേണ്ടതാണ്. വ്രതം കഴിയുമ്പോൾ തന്നെ പരുവപ്പെട്ടു വരും ആളുകൾ അല്ലേ ഇവിടേക്ക് എത്തുമ്പോൾ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ഉദ്ദേശം ഈ വ്രതത്തിൻ്റെ. നമ്മളെ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ശുദ്ധീകരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രക്രിയയാണ് ഈ വ്രതം. എല്ലാവർക്കും സാധാരണ നമുക്കൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്രതം. അത് ഇതിനു വേണ്ടിയിട്ടൊരു വേറെ എന്തോ തലത്തിലേക്ക് പോകുന്നും വേണ്ട. നമുക്ക് സാധാരണ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ പാലിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
ഈ സന്നിധാനത്ത് ചില നിർമ്മിതികളൊക്കെ നടന്നു. ഈ 18-ാം പടിയിലെ ഒരു നിർമ്മിതി, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചർച്ചകളൊക്കെ, ഇത് തന്ത്രി കുടുംബമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണോ? അല്ല, ഈ 18-ാം പടിയുടെ മേളിലൊരു ഒരു താൽക്കാലിക ഒരു സംവിധാനം മുമ്പും ഉണ്ടായിരുന്നു. അപ്പം അത് ആവശ്യവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഈ പടിപൂജയും മറ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ നേരത്ത് അതിനൊരു തടസ്സവും. പണ്ട് കാലത്ത് പടിപൂജ അത്ര ഇല്ലായിരുന്നു. അല്ലെങ്കിൽ വർഷത്തിലൊന്ന്, അല്ലെങ്കിൽ കുറേ വർഷം കൂടിയിരിക്കുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ വളരെ കുറച്ച് പടിപൂജകളെ ഉള്ളായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു പൂജയ്ക്ക്. അപ്പം പക്ഷെ ഇന്നത്തെ അങ്ങനല്ല. ഇന്ന് ഒരുപാട് പറഞ്ഞ പോലെ പടിപൂജ എന്നും തന്നെ ഉണ്ട്. മണ്ഡലം മകരവിളക്ക് ആ കാലയളവ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും നട തുറന്നിരിക്കുന്ന അവസരങ്ങളിലെല്ലാം പടിപൂജയുണ്ട്. അപ്പം അത് സുഗമമായിട്ട് നടക്കണമെങ്കിൽ ഇത് വേണം, ഈ റൂഫ് വേണം. അപ്പോൾ അങ്ങനെ റൂഫ് മുമ്പും ഉണ്ടായിരുന്നു. അത് പിന്നെ ഇടയ്ക്കത് മാറി. പിന്നെ അപ്പോൾ ഇത് പഴയ രീതിയിലേക്ക് വെക്കുകയാണ് റൂഫ്. മറയ്ക്കുന്നതെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല അല്ലേ? ഈ 18-ാം പടിയെ മറയ്ക്കുന്നു നേരിട്ട്, അങ്ങനെ ഇല്ല. അത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നു. സ്ഥിരം റൂഫായി മാറുന്നതാണ് അല്ല, മുമ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് പൊളിച്ചതാണ്, അല്ലാതെ താല്പര്യമല്ലായിരുന്നു. അത് സ്ഥിരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ സ്ഥിരമായിട്ട് തന്നെ വരികയാണ്. ഇപ്പോൾ രീതിയിൽ നിർമ്മിതി അത്രേ ഉള്ളൂ. എന്തായാലും കൃത്യമായ വ്രതം തന്നെയാണ് സന്നിധാനത്തേക്കുള്ള വരവിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യവും. അതാവണം മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുന്നതിനുള്ളൊരു പ്രേരക ശക്തിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തിരക്ക് ഈ ദിവസങ്ങളിൽ കുറവാണ്. പക്ഷേ വരും ദിനങ്ങളിൽ വ്രതത്തിൻ്റെ ദിനങ്ങൾ കൂടുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ആ സന്നിധാനത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിനും അദ്ദേഹത്തിനുമൊക്കെ ഉള്ളത്.